ഹലോ വ്യൂവേഴ്സ്, എഡിൻബറയിലാണ്. രാത്രി 11 മണി അടുക്കാറായിരിക്കുന്നു. എഡിൻബറ ടാറ്റു ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി വന്നതാണ്. അൺഫോർച്ചുനേറ്റ്ലി ടിക്കറ്റ് കിട്ടിയില്ല. ഞങ്ങളെപ്പോലുള്ള കുറേ നിർഭാഗ്യവാന്മാർ പുറത്ത് ഈ ട്രൂപ്പ് റാലിയായി പുറത്തേക്ക് വരുന്നതും കാത്തു നിൽക്കുന്നതിനൊപ്പം തന്നെ ഞങ്ങളും കൂടി ഇനി എഡിൻബറ ടാറ്റുവിൻ്റെ പെർഫോമേഴ്സ് റാലിയായിട്ട് പുറത്ത് വരുന്നത് കാണാൻ വേണ്ടിയുള്ള കാത്തുനിൽപ്പാണ്. ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ തിക്കി തിരക്കി അങ്ങനെ നിന്നപ്പോൾ അങ്ങ് അകലെ നിന്നും ചെറുതായ ആദ്യത്തെ ഒരു ഗ്രൂപ്പ് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഇത് വർഷങ്ങളായിട്ടോടെ നടക്കുന്ന ഒരു പരിപാടിയാണ്. പല രാജ്യങ്ങളുടെയും ഒഫീഷ്യലായിട്ടുള്ള ബാൻഡ് ട്രൂപ്പുകൾ ഇവിടെ വന്ന് പെർഫോം ചെയ്യാറുണ്ട്. അതിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ എഡിൻബറ കാസലിൻ്റെ ഫ്രണ്ടിൽ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഗ്രൗണ്ടിന് ചുറ്റും വലിയൊരു ഗാലറിയൊക്കെ ഉണ്ട്. അവിടെ ഇതൊരു മനോഹരമായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഈ വർഷം എന്താണെന്ന് നമുക്ക് കാണാൻ സാധിച്ചില്ല. അടുത്ത വർഷം അതുകൊണ്ട് തന്നെ നേരത്തെ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കാണണമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. ഓരോ നാടിൻ്റെയും ഒരു സംസ്കാരമാണ് അത് അവരെ ഏറ്റവും മനോഹരമായി പ്രസന്റ് ചെയ്യുന്നത്. കാണുന്നത് തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളിലൊന്നാണ്. ഇതിപ്പോൾ പുറത്തുനിന്നാണെങ്കിൽ കൂടിയും ഇത്രത്തോളം നമുക്കിതൊരു നല്ലൊരു അനുഭവമായെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അത് എത്രത്തോളം ആകുമെന്ന് ഏകദേശം ഊഹിക്കാൻ സാധിക്കും. എന്താണെങ്കിലും അടുത്ത തവണ എഡിൻബറ ടാറ്റു ഫെസ്റ്റിവൽ മിസ് ചെയ്യുന്ന പരിപാടിയില്ല. ട്രൂപ്പുകൾ അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായിട്ടുള്ള കരഘോഷമാണ് ഈ കാത്തു നിൽക്കുന്ന ആളുകളുടെ ഇടയിൽ നിന്നും ഉണ്ടാകുന്നത്. അവർ എന്തെല്ലോ വിളിച്ചു പറയുന്നുണ്ട്. അത് ചിലത് ഇംഗ്ലീഷിലാണ്, അത് നമുക്ക് മനസ്സിലാവും. ചിലത് നല്ല സ്കോട്ടിഷ് ആക്സൻ്റുള്ള ഇംഗ്ലീഷിലാണ്. അത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കില്ല. ബട്ട് എന്താണെങ്കിലും ഇവർ കിടന്നു പോകുന്നതിൻ്റെ എല്ലാ ആവേശവും സന്തോഷവും പുറത്ത് കാത്തു നിന്ന് ഈ കാഴ്ച കാണുന്നവരുടെ ഇടയിൽ ഉണ്ട്. രാത്രി 11 മണി കഴിഞ്ഞ് 11:30 അടുക്കുന്നു എന്ന് കണക്ക് കൂട്ടണം. അത്രത്തോളം ആകാംക്ഷയോടെ കാത്തു നിന്ന ആളുകളുടെ ഇടയിലൂടെ ആ റാലി കടന്നു പോകുമ്പോഴേക്കും, ആ ഒരു ബാൻഡ് കടന്നു പോകുമ്പോഴേക്കും അവർ ശരിക്കും അതിനെ ആഘോഷമാക്കിയാണ്, ആർപ്പുവിളികളോട് ആഘോഷമാക്കിയാണ്. അതിനൊപ്പം തന്നെ കരിമരുന്ന് കലാപ്രകടനങ്ങളൊക്കെ ഉണ്ട്. കരിമരി നല്ലട്ടോ ഇപ്പോൾ ഉള്ളത്, ബട്ട് കലാപ്രകടനങ്ങളൊക്കെ ഉണ്ട്. അതിനോടൊപ്പം തന്നെ ലൈറ്റ് ഷോകളുണ്ട്. ഇതെല്ലാം കാസലിൻ്റെ ഉള്ളിൽ നിന്നാണ് അവർ ചെയ്യുന്നത്. സാധാരണ ന്യൂ ഇയറിൻ്റെ ഒക്കെ സമയത്തും കാസലിനുള്ളിൽ നിന്നാണ് ഈ ഫയർ വർക്ക്സ് എല്ലാം അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണെങ്കിലും അന്നത്തെ രാത്രി ശരിക്കും ഞങ്ങളെ സംബന്ധിച്ച് വല്ലാത്ത ഒരു അനുഭവമായി പോയി. ശരിക്കും ഉള്ളിൽ നിന്ന് ആ കാഴ്ച മിസ് ചെയ്തതിൽ നന്നായിട്ട് തന്നെ ഒരു ഡിസപ്പോയിൻമെന്റ് ഫീൽ ചെയ്തു. ബട്ട് എനി ഹൗ മനസ്സിൽ ഉറപ്പിച്ച് അടുത്ത വർഷം എന്താണെങ്കിലും എഡിൻബറ ടാറ്റു ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി ടിക്കറ്റ് ഉള്ളിൽ തന്നെ കയറി കാണുമെന്ന് ഉറപ്പിച്ചിട്ടാണ് അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ആക്ച്വലി ഒരു ഹോട്ടലിലേക്കാണ്. ഇന്ന് നൈറ്റ് ഹോട്ടലിൽ സ്റ്റേ ചെയ്യുകയാണ്. കാരണം നാളെ രാവിലെ ഹൈലാൻഡ്സിലേക്കുള്ളൊരു ട്രിപ്പുണ്ട്. അതൊരു ബെസ്റ്റ് ട്രിപ്പാണ്. ഗെറ്റ് ടു ഗൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ വഴി നമ്മൾ 1 ഡേ ഹൈലാൻഡ്സ് 3-4 സ്പോട്ടുകൾ ഒരു ബസ്സിൽ പോയി മറ്റു യാത്രക്കാരോടൊപ്പം ബസ്സിൽ പോയി കണ്ട് അത് ഗൈഡും മറ്റു കാര്യങ്ങളൊക്കെ കാണും. അവിടെ കൃത്യമായിട്ട് ഫോട്ടോ സ്റ്റോപ്പുകൾ കാണും. മറ്റ് ഓരോ സ്ഥലങ്ങളിലും ഇറങ്ങി നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സാഹചര്യമൊക്കെ അവർ ഒരുക്കി തരും. അപ്പം അത് കാണാൻ വേണ്ടിയാണ് പോകുന്നത്. എന്താണെങ്കിലും ഇതിപ്പോൾ ഈ ഒരു കാഴ്ചകളുടെ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഹോട്ടലിലേക്ക് ഞങ്ങൾ എത്തിപ്പെട്ടപ്പോഴേക്കും രാത്രി ഒരു 11:30 മണിയൊക്കെ ആയി. അവിടെ റിസപ്ഷനിൽ ആളുകളൊന്നും ഇല്ല കേട്ടോ. നമുക്കൊരു കോഡ് തന്നിട്ടുണ്ട്. അത് മെയിൻ ഡോറിൽ ആ കോഡ് നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ ഉള്ളിൽ കയറുന്നു. അവിടെ ഒരു കീ വെച്ചിട്ടുണ്ടായിരിക്കും. ഒരു ഇൻസ്ട്രക്ഷൻ ഒരു പേപ്പർ അവിടെ ഉണ്ടായിരിക്കും. ആ പേപ്പർ വെച്ച് ഇൻസ്ട്രക്ഷൻ വെച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് ആ പേപ്പർ ഇൻസ്ട്രക്ഷൻ ഉണ്ടായിട്ടും കൂടി വഴി തെറ്റി കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ടൊരു സൗണ്ട് കേട്ടു. അതായത് CCTV നമ്മൾ കയറി ചെല്ലുന്ന അവർ നോക്കിയിരിപ്പുണ്ട്. അവർ കൃത്യമായിട്ട് പറഞ്ഞു തന്ന് ഞങ്ങളുടെ റൂമിലെത്തി. ഒരു ചെറിയൊരു ഡബിൾ ബെഡ്റൂമാണ്. ഒരു ബാത്റൂമും ചെറിയ കബോർഡ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ വളരെ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഞാനവിടെ ഇരുന്ന് നാളത്തേക്കുള്ള ടാക്സി ബുക്ക് ചെയ്യാനുള്ള പരിശ്രമത്തിലാണ്. അതുപോലെ നാളത്തേക്കുള്ള ടിക്കറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് എടുത്തു വെക്കുകയാണ്. എനിഹൗ ഇന്ന് രാത്രി നല്ലൊരു ഉറക്കം ആവശ്യമുണ്ട്. കാരണം വൈകുന്നേരം ഫുള്ള് കറങ്ങുമായിരുന്നു. ഇന്നത്തെ ഉറക്കത്തിന് ശേഷം നാളെ ഹൈലാൻഡ്സിലേക്ക്. ബൈ ഫോർ നൗ, സീ യു ലേറ്റർ.